സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ 2025 ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്യാണ്. 2025 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 10-11 ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇനി അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടിയാണ് ഇതിനുള്ളിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്തിടുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, മണി എ പാർട്ട്ണർ ഇൻ എ ഫേം വിത്ഡ്രൂ ദ ഫോളോവിങ് എമൗണ്ട് ഡ്യൂറിങ് ദി ഇയർ 2022-23. ഓരോ ഡേറ്റ് ഓഫ് വിഡ്രോവൽ എമൗണ്ട് തന്നിട്ടുണ്ട്. ഇത് പ്രീമിയം മെത്തേഡ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാൻ. May 1 5,000 ആണ് വിഡ്രോവൽ. ജൂലൈ 1 3,000 ആണ് വിഡ്രോവൽ. November 30 6,000. ഡിസംബർ 31 2,000 ആണ് വിഡ്രോവൽ. മാർച്ച് 31 3,000 ആണ് വിഡ്രോവൽ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ക്യാൻ ബി ചാർജ് ഫ്രം മണി അറ്റ് 8% പെർ ആനം. ദ ബുക്സ് ആർ ക്ലോസ്ഡ് 31 മാർച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 31 മാർച്ചിനാണ് ബുക്ക് ക്ലോസ് ചെയ്യുന്നത്. അപ്പം നോക്കാം അങ്ങനെ ഇതുപോലെ. അപ്പം ഇങ്ങനെ വരുമ്പം നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഈ രീതിയിൽ വേണം ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ. അതായത് ഡേറ്റ്, എമൗണ്ട്, പീരീഡ്, പ്രോഡക്റ്റ് എന്നുള്ള കോളംസ് കൊടുക്കുക. ഇനി മെയ് ഫസ്റ്റിന് ഇവിടെ വിഡ്രോവൽ 5,000 ആണ്. അപ്പം മെയ് 1 മുതൽ മാർച്ച് 31 വരെ എത്ര മാസമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. 11 മാസമാണ് ഉള്ളത്. 11 × 5 ആണ്. 5,000 ആണ്. 55,000 വരുന്നത്. ജൂലൈ 1 മുതൽ മാർച്ച് 21 വരെ 9 മാസമാണുള്ളത്. അത് 3,000 രൂപയാണ് വിഡ്രോവൽ. അപ്പം 3,000 × 9 27,000 വരും. ഇനി നവംബർ 30 2022. ഇപ്പം നവംബർ 30 അപ്പം നമ്പർ കൂട്ടണ്ട. ഡിസംബർ മുതൽ മാർച്ച് വരെ 4 മാസം. ഈ 4 മാസത്തിന് 6,000 വെച്ച് 24,000 ആണ് വിഡ്രോവൽ വരുന്നത്. മൊത്തം എമൗണ്ട് പ്രോഡക്റ്റ് വരുന്നത്. ഇനി ഡിസംബർ 31 2,000 വിഡ്രോ ചെയ്യുന്നത്. അത് 3 മാസം. ഡിസംബർ 31 അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം കൂട്ടിയാൽ മതി. അപ്പോൾ 2,000 വെച്ച് 3 മാസത്തേന് 6,000 രൂപ പ്രോഡക്റ്റ് വരും. ഇനി മാർച്ച് 31 ആകുമ്പോൾ അവിടെ വേറൊന്നുമില്ല, മന്തില്ല. ഇനി ഇത് ഉപയോഗിച്ച മാസമില്ല. അതുകൊണ്ട് അവിടെ ഇൻട്രസ്റ്റ് ഓൺ പ്രോഡക്റ്റ് ഇല്ല, പീരീഡും ഇല്ല. അപ്പോൾ ഇത് ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. 1,12,000 വരെ. ഈ 1,12,000-ന് 8% ഒരു മാസത്തേന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അതിന് 12-ൽ 1 ചെയ്യണം. അപ്പം 747 രൂപ എന്നുവരെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അജയ്, സച്ചിൻ ആൻഡ് ഡേവിഡ് ആ പാർട്ട്നേഴ്സ് ഷെയറിങ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 2:1:1. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1:1 ആണ്. ദെയർ ക്യാപിറ്റൽസ് ഓൺ April 1, 2023 വെയർ അജയിന് 10,000-ഉം 1,00,000-ഉം സച്ചിന് 60,000-ഉം ഡേവിഡിന് 40,000-ഉം ആണ് ക്യാപിറ്റൽ. ആഫ്റ്റർ ദ ഫൈനൽ അക്കൗണ്ട്സ് ഫോർ ദി ഇയർ 2023-24 have been prepared, it was discovered that interest on capital at 10% per annum has not been recorded. ഇങ്ങനത്തെ വരും. ഇത് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയും. അതായത് ഇവർക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതായത് 1,00,000-ൻ്റെ 10% നമുക്ക് തന്നിട്ടുണ്ട്. 1,00,000-ൻ്റെ 10% 10,000 അജയുടെ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും, പിന്നെ 60,000-ൻ്റെ 10% 6,000 സച്ചിന് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റും, പിന്നെ ദ്രാവിഡിന് 40,000-ൻ്റെ 10% 4,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ 20,000 ആകെ ഇവർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 20,000 പ്രോഫിറ്റ് ഇവർക്ക് 2:1:1 എന്നുള്ള പ്രൊപ്പോർഷനിൽ വീതിച്ച് കൊടുത്തിരിക്കുക. അപ്പോൾ അജയ്ക്ക് നോക്കുമ്പോൾ ഈ 20,000-ൻ്റെ അതായത് 4:20 കൊണ്ട് വെട്ടി 5 കിട്ടും. 2 10 10,000 അജയ്ക്ക് ചെല്ലേണ്ടത് തന്നെയാണ് ചെന്നിരിക്കുന്നത് 10,000. എന്നാൽ സച്ചിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ 6,000 ചെല്ലണമായിരുന്നു. പക്ഷേ 5,000 പ്രോഫിറ്റായിട്ട് വന്നിട്ടുള്ളൂ. ഇത് 1 × 5,000. പിന്നെ ദ്രാവിഡിന് 4,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നിട്ട് ചെല്ലേണ്ടത്. പക്ഷേ 5,000 ചെന്നിട്ടുണ്ട്. അയാൾക്ക് 5,000 കൂടുതലാണ്, മറ്റേയാൾക്ക് 1,000 ദ്രാവിഡിന് കൂടുതലാണ് ചെന്നിരിക്കുന്നത്. സച്ചിന് 1,000 കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സച്ചിൻ്റെ അക്കൗണ്ടിലേക്ക് 1,000 രൂപ കൂട്ടണം. അതുകൊണ്ട് സച്ചിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അത് ക്രെഡിറ്റ് വരും. ഇപ്പോൾ ദ്രാവിഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ് 1,000 to സച്ചിൻസ്
ക്യാപിറ്റലൊക്കെ ഉണ്ട്. അതായത് കൂടുതൽ കൊടുത്ത ആളുടെ അടുത്ത് നിന്ന് കുറയ്ക്കണം. അതിനാണ് ഇവിടെ മൈനസ് ഇട്ടിരിക്കുന്നത്. കുറവ് ചെന്ന ആളുടെ അടുത്തേക്ക് അത് കൂട്ടണം. അതുകൊണ്ട് കുറവ് ചെന്ന ആൾക്ക് ക്രെഡിറ്റും കൂടുതൽ ചെന്ന ആൾക്ക് ഡെബിറ്റും വരും. ഇപ്പോൾ ദ്രാവിഡ്സ് അഡ്ജസ്റ്റിംഗ് എൻട്രി ഇങ്ങനെ വരും: ദ്രാവിഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സച്ചൻസ് ക്യാപിറ്റൽ. അപ്പോൾ ഇന്ന് 2 പ്രോബ്ലം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ബാക്കിയുള്ള പ്രോബ്ലം അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു.